ഭക്ഷണക്രമീകരണം അവരവരുടെ ആരോഗ്യം മനസ്സിലാക്കിയാവണം. അല്ലെങ്കിൽ ചില ഭക്ഷണങ്ങൾ നമ്മുടെ ആരോഗ്യത്തെ മോശമായി തന്നെ ബാധിച്ചേക്കാം. പഴങ്ങളും പച്ചക്കറികളും ധാരാളം കഴിക്കുന്നതിലൂടെ നമ്മുടെ ആരോഗ്യത്തിന് ആവശ്യമായ പലതും ലഭിക്കുന്നു. എന്നാൽ നിങ്ങൾ ദിവസവും കഴിക്കുന്ന ചില പഴങ്ങളും പച്ചക്കറികളും ശരീരത്തിലെ വീക്കം വർദ്ധിപ്പിക്കാനും സാധ്യതയുണ്ട്. വീക്കം കുറയ്ക്കാനുള്ള ഏറ്റവും എളുപ്പത്തിലുള്ള മാർഗം ഭക്ഷണക്രമത്തിൽ വരുത്തേണ്ട മാറ്റങ്ങൾ തന്നെയാണ്. ഒമേഗ-3 ഫാറ്റി ആസിഡുകൾ, വിറ്റാമിൻ എ, വിറ്റാമിൻ സി, വിറ്റാമിൻ ഇ തുടങ്ങിയ പോഷകങ്ങളും ആന്റിഓക്സിഡന്റുകളും അടങ്ങിയവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. അണുബാധ, വീക്കം, ശരീരത്തിലെ ചില കേടുപാടുകൾ എന്നിവയുടെ പ്രതികരണമായി കരളിൽ സമന്വയിപ്പിക്കപ്പെടുന്ന ഒരു തരം പ്രോട്ടീനാണ് CRP അഥവാ സി റിയാക്റ്റീവ് പ്രോട്ടീൻ. റൂമറ്റോയിഡ് ആർത്രൈറ്റിസ്, പൊണ്ണത്തടിയുമായി ബന്ധപ്പെട്ട വീക്കം, ടൈപ്പ് 2 പ്രമേഹം അല്ലെങ്കിൽ ഹൃദയസംബന്ധമായ അസുഖങ്ങൾ തുടങ്ങിയ ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങളുള്ളപ്പോൾ ഉയർന്ന CRP അളവ് കാണാറുണ്ട്. എന്നാൽ ഇത്തരം പരിശോധനകളിലൂടെ ശരീരത്തിലെ വീക്കം തിരിച്ചറിയുകയും അത് ദൈനംദിന ഭക്ഷണക്രമത്തിലൂടെ നിയന്ത്രിക്കാനും സാധിക്കുന്നതാണ്. ബ്ലൂബെറി, സ്ട്രോബെറി, റാസ്ബെറി, മാതളനാരങ്ങ എന്നിവയിൽ ആന്തോസയാനിനുകൾ പോലുള്ള ആന്റിഓക്സിഡന്റുകളും വീക്കം കുറയ്ക്കാൻ കഴിയുന്ന എലാജിക് ആസിഡും അടങ്ങിയിട്ടുണ്ട്. മാതളനാരങ്ങ ജ്യൂസ് കുടിക്കുന്നതിലൂടെ CRPയുടെ അളവ് കുറയ്ക്കാൻ കഴിയുമെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. പച്ചക്കറികൾ എടുത്താൽ ചീര ഇതിന് ഉത്തമമാണ്. ചീരയിൽ വൈറ്റമിൻ കെയും ആന്റി ഇൻഫ്ലമേറ്ററി സംയുക്തങ്ങളും ധാരാളമുണ്ട്. കൂടാതെ ബ്രോക്കോളി, കോളിഫ്ലവർ തുടങ്ങിയവയിലും ശരീരത്തിലെ വീക്കം കുറയ്ക്കാൻ കഴിയുന്ന ആന്റിഓക്സിഡന്റുകൾ ധാരാളമുണ്ട്.